ഹലോ, തുടക്കം കണ്ടു. ഈ തുടക്കമല്ല, വിസ്മയ മോഹൻലാലിന്റെ തുടക്കം. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? കാരണം വേറൊന്നുമല്ല, ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലുള്ള ഒരു കഥ തന്നെയാണിത്. ഈ ക്ലൈമാക്സ് ആണെങ്കിലും നമ്മള് വരത്തലിലും ഈ ഈയിടെ ഇറങ്ങിയ ബ്ലാസ്റ്റ് പോലാന്നല്ല ഞാൻ പറയുന്നത്. ഈ ബ്ലാസ്റ്റ്, വിക്രം പോലുള്ള സിനിമയിലൊക്കെ നമ്മള് സ്ത്രീകള് വീട്ടിൽ അതിക്രമിച്ച് കയറുന്നവരെ പിടിച്ചിട്ട് അലക്കുന്ന കാണുമ്പോൾ ഓഡിയൻസിന് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, നമ്മുടെ സ്ത്രീ ശാക്തീകരണം. ഞാനത് കളിയാക്കാൻ പറഞ്ഞല്ല, എനിക്ക് സ്ത്രീകൾ ഫൈറ്റ് ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. നല്ല കാര്യം. കഥ നടക്കുന്നത് ആദ്യം എവിടാണെന്ന് ഞാൻ മറന്നുപോയി. അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷിന്റെ ക്യാരക്ടറിനെ കാണിച്ചാണ് കഥ പോകുന്നത്. അപ്പോ ഇവന്റെ ഒരു ക്യാരക്ടർ കാണിക്കുമ്പോൾ തന്നെ ഈ പടത്തിന്റെ ഒരു മൂഡ് നമുക്ക് മനസ്സിലാവും. പിന്നെ നേരെ കഥ കേരളത്തിലേക്ക് വരും. അവിടെ നമ്മുടെ നായികയും അച്ഛനും പിന്നെ അവരുടെ പട്ടിയും പുതിയൊരു വാടക വീട്ടിലേക്ക് താമസം മാറുകയാണ്. വിസ്മയ മോഹൻലാല് ഈ പടത്തിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിന്റെ പേര് മീനു എന്നാണ്. മീനു ഒരു 26 വയസ്സുള്ള യുവതിയാണ്. ഇപ്പോൾ ജോലിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മീനുവിന്റെ അച്ഛൻ രവി, സായികുമാറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു വില്ലേജ് ഓഫീസറാണ്. അരയ്ക്ക് താഴേക്ക് സ്വാധീനക്കുറവുള്ള ഒരു മനുഷ്യനാണ് പുള്ളി. പിന്നെ ഇവരുടെ നായ്ക്കുട്ടി, നായക്ക് മെസ്സി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. വേറൊരു പേരും കിട്ടിയില്ല മാർക്ക്, അതെന്തെങ്കിലും വേട്ടെ. പിന്നീട് ഈ നായികയും നായികയുടെ അച്ഛനും തമ്മിലുള്ള ഒരു സ്നേഹം, നായിക എങ്ങനെയാണ് വളർന്നു വന്നത്, ഇവരുടെ ഒരു കുടുംബാന്തരീക്ഷം, ഇതൊക്കെയാണ് പടം പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ പടം പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ നായികയും വില്ലനും തമ്മിൽ കണ്ടുമുട്ടുന്നു. പിന്നീട് നായികയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇതാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പടത്തിൽ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് വിസ്മയ മോഹൻലാലിന്റെയും പിന്നെ വില്ലനായിട്ട് വന്ന ആശിഷിന്റെയും പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് പരാതികളുണ്ട്, എന്നാലും അതൊന്നും ആ പടത്തിന്റെ ഓവറോൾ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല. വിസ്മയയുടെ മീനു എന്ന ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരി കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. കാരണം സാധാരണ നമ്മൾ കാണുന്ന ഒരു നായികാ സങ്കല്പമല്ല പുള്ളിക്കാരിക്ക്. പുള്ളിക്കാരിയുടെ ഫിസിക്കായാലും അവരെ കാണാൻ കൊള്ളില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്ക് പുള്ളിക്കാരി ഇഷ്ടപ്പെട്ടു. എനിക്ക് പടം അനൗൺസ് ചെയ്തപ്പോൾ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പടം കണ്ടപ്പോൾ എനിക്ക് പുള്ളിക്കാരിയുടെ ആ ക്യാരക്ടറിനോട് ഒരു ഇഷ്ടം തോന്നി. അവര് നന്നായിട്ട് ചെയ്തു. പിന്നെ അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഫൈറ്റാണ്. പുള്ളിക്കാരിയുടെ ഫൈറ്റിനെ പറ്റി പറയുമ്പോൾ അത് മോഹൻലാലിന്റെ മോളല്ലേ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കിക്കും നല്ല നമുക്ക് ഫീൽ ചെയ്യും എത്രത്തോളം പവർഫുൾ ആണ്. ഈ പടത്തിൽ പുള്ളിക്കാരി ഈ പഞ്ചിങ് ബാഗിൽ കിക്ക് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതവരത്ര ക്ലോസപ്പ് ആയിട്ടൊന്നും എടുത്ത് കാണിച്ചിട്ടില്ല, പക്ഷെ അത് നല്ല സീനായിരുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് അത് കാണിച്ചിരുന്നെങ്കിൽ ആ ഇമ്പാക്ട് നമുക്ക് കിട്ടിയാൽ. കാരണം പുള്ളിക്കാരി ഇത് അറിഞ്ഞൊരു കിക്ക് തന്ന കുതിരയൊക്കെ തൊഴിക്കുന്ന പോലെ ആയിരിക്കും. ഫൈറ്റ് എന്നാണ് പുള്ളിക്കാരിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് വളരെ ഒരു കൈൻഡ് ആയിട്ടുള്ള ഒരു, സാധാരണ നമ്മള് സ്ത്രീകളുടേതായിട്ട് പറയുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കരുണ, സ്നേഹം, വാത്സല്യം പോലുള്ള സംഭവങ്ങള്, ഇതൊക്കെ പുള്ളിക്കാരി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇവരൊരു എന്താ പറയാ, നമുക്കൊരു ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ പുള്ളിക്കാരിയുടെ. അവരെക്കാളും പ്രായം കുറഞ്ഞവരോടുള്ള അവരുടെ പെരുമാറ്റം, അവരുടെ കെയറിങ്. ഇനി ആശിഷിന്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ആശിഷ് ഇതിലെ ടെററാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഈ ക്യാരക്ടർ മുന്നോട്ട് പോകുന്നതോറും ഇതിന്റെ ഈ ഒരു ടെറർ ഫീല് കുറഞ്ഞു വരും. എന്നാലും അത് കുഴപ്പമില്ല. പുള്ളിയുടെ ഈ പടത്തിലെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ കണ്ണാണ്. കണ്ണ് വെച്ചാണ് പുള്ളി ഇങ്ങനെ പേടിപ്പിക്കുന്നത്. കണ്ണും പിന്നെ തടി. പിന്നെ സായികുമാറിന്റെ പെർഫോമൻസ്, പുള്ളിയെ പറ്റി ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം സായികുമാർ എത്ര നല്ല നടനാണെന്ന്. ഈ പടത്തിലും ആസ് യൂഷ്വൽ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സായികുമാറിന്റെ ക്യാരക്ടർ കുറച്ച് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോ ഒരു അച്ഛന്റേതായിട്ടുള്ള പ്രയാസങ്ങൾ പുള്ളി നല്ലപോലെ കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഈ സിനിമയിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ മോഹൻലാലിന്റെ ക്യാമിയോ ഉണ്ട്. പുള്ളി വന്നു കഴിഞ്ഞ് ഡയലോഗ് പറയുന്നു, ഒരു പോസിറ്റീവ് ഫീലൊക്കെ തരുന്നു. ഓക്കെ, ഒക്കെ സംഭവിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് പുള്ളിയുടെ ഒരു ഫൈറ്റ് ഉണ്ട്. അതിന്റെ ഒരാവശ്യമില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, അത് കുറച്ച് കോമഡി പോലെ എടുത്തു വെച്ചിരിക്കുന്നത്. അതിലെ കോമഡി എനിക്ക് വർക്കായില്ല. അതെന്തോ ഒരു
ഏച്ചു വെച്ച സീൻ പോലെ എനിക്ക് തോന്നി. പിന്നെ ഈ പടത്തിലെ ആശിഷിന്റെ ക്യാരക്ടർ, ഈ ക്യാരക്ടർ തുടക്കത്തിൽ നല്ല ടെററാണെങ്കിലും ഇത് മുന്നോട്ട് പോകുന്തോറും വീക്കായിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ ഇവന്റെ ചില സംഭവങ്ങളുണ്ട്. നമ്മുടെ ചതിക്കാത്ത ജന്തുവില് ഈ കൊച്ചുപ്രേമനും വിനായകനും കൂടെ ഒരു സീനുണ്ട്. അതില് വിനായകൻ നിൽക്കുന്ന പോലെ തന്നെ ഇതിലൊരു സീനുണ്ട്. എനിക്കത് കണ്ടപ്പോൾ സത്യത്തിൽ ചിരി വന്നു. പിന്നെ ഇതിൽ വേറെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഈ പടത്തിൽ പുള്ളിക്ക് ഡയലോഗ് തീരെയില്ലെന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല. ഈവൻ ഡയലോഗ് പറയാത്തതുകൊണ്ട് ഈ ക്യാരക്ടറിന് ഒരു വല്ലാത്ത മിസ്റ്ററി ഉണ്ട്. ഇവൻ ഏത് നാട്ടുകാരനാണ്, ഏത് ഭാഷക്കാരനാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ പുള്ളി വാതുറക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു ബിൽഡപ്പ് മുഴുവൻ അങ്ങ് പോകും. ക്യാരക്ടർ മിണ്ടായിരിക്കുന്നതായിരുന്നു നല്ലത്. പിന്നെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ ലോജിക്കില്ലായ്മയായിരുന്നു. നമുക്കറിയാം, ഈ സ്ത്രീകളെ ആരെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ ശ്രദ്ധിക്കും. സ്ത്രീകൾ എപ്പോഴും അവരുടെ ചുറ്റുമുള്ള ഒരു ഏരിയ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ. അപ്പോ വെറുതെ ഒരാള് പുറകെ കൂടെ നടന്നു വന്നാലും ഇവർ ശ്രദ്ധിക്കും. പക്ഷെ ഈ പടത്തില് ഒന്നാമത് ഈ ആശിഷിന്റെ ക്യാരക്ടർ കാണുമ്പോൾ തന്നെ അറിയാം ഇവൻ പണി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതല്ല, ഇവരാള് പുസ്തകക്കാരനാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എന്നിട്ടും ഇവരാരും ഇവനെ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഹെൽപ്പ് തരികയോ ഒന്നും ചെയ്യുന്നില്ല. പുള്ളി പുറകെ വരുന്നു, ഇവരത് ശ്രദ്ധിക്കാതെ പോകുന്നു. അതൊന്നും ഒരിക്കലും ഒരു ലോജിക്കലായിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ വിസ്മയുടെ ക്യാരക്ടർ, പുള്ളിക്കാരി ഈ പടത്തിലൊരു മാർഷ്യൽ ആർട്ടിസ്റ്റാണ്. മാർഷ്യൽ ആർട്സ് എന്ന് പറഞ്ഞാൽ വളരെ കൊച്ചിലെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പുള്ളിക്കാരുടെ ഈ പോസ്റ്ററോ അല്ലെങ്കിൽ മൂവ്മെന്റ്സോ ഒന്നും ഒരു വർഷങ്ങളായിട്ട് മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ തോന്നുന്നേ ഇല്ല. ഒരു വല്ലാത്ത ഏച്ചുകെട്ടല് പോലെ. ഫൈറ്റിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, ഫൈറ്റൊക്കെ നല്ലതായിരുന്നു. പക്ഷെ പുള്ളിക്കാരി പ്രാക്ടീസ് ചെയ്യുന്ന സീനും പുള്ളിക്കാരി റിവീൽ ചെയ്യുന്ന സീനും ഒക്കെ ഉണ്ട്. പുള്ളിക്കാരി ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റ് ആണെന്ന് നമ്മൾ അറിയുന്നത് പടം ഇന്റർവെല്ല് കഴിയുമ്പോഴാണ്. അപ്പോഴൊന്നും ഒരു ഇമ്പാക്ട് ഇല്ല. ഇതിൽ പുള്ളിക്കാരി ഒറ്റക്കാരെ നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ കൊച്ചിങ്ങനീപ്പൊക്കെ കോമഡി കാണിക്കുന്ന പോലെ തോന്നി. അത് ഒരു ഡയറക്ടറുടെ മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അങ്ങനല്ല എന്ന് അവരെ പ്രസന്റ് ചെയ്യേണ്ടത്. ഫൈനലി എനിക്ക് പിന്നെ ഒരു പോരായ്മ പോലെ തോന്നിയത്, ഈ പടത്തിന്റെ ക്ലൈമാക്സില് രണ്ട് ചെറിയ കോമഡി ഉണ്ട്. ഇങ്ങനൊരു കാര്യത്തിന് മുമ്പ് ആരെങ്കിലും ഇതുപോലൊക്കെ സംസാരിക്കുമോ എന്ന് തോന്നിപ്പോ നമുക്ക്. അത് സ്പോയിലറാണ്, ഞാൻ പറയുന്നില്ല. കാരണം അതുപോലെ ഈ പടത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിലേക്ക് പോകുമ്പോൾ ഇതിലെ രണ്ടാമത്തെ വില്ലൻ പുള്ളി രണ്ട് സാധനം ഇടുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും അങ്ങനെ പറയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെ സയൻസ് ആവശ്യമുള്ള ഒരു പരിപാടിക്കാണ് അവർ പോകുന്നത്. അപ്പൊ പുള്ളി രണ്ട് കോമഡി ഇടും. ആ കോമഡി നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ എന്ന് തോന്നിപ്പോയി. പിന്നെ ഈ പടത്തില് മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, ജൂഡ് ആന്റണി ഇതുവരെ ചെയ്തിട്ടുള്ള 5 സിനിമയില് 4 സിനിമയും പെണ്ണുങ്ങളാണ് മെയിൻ ലീഡ്. സ്ത്രീകളുടെ കഥ പറയുന്ന ഒരു ഡയറക്ടറാണ് ജൂഡ് ആന്റണി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ പടം തുടങ്ങുമ്പോഴൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. ജൂഡ് ആന്റണിയുടെ പടമാണെന്നേ തോന്നില്ല. പക്ഷെ ഇത് അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഒരു ജൂഡ് ആന്റണി സംഭവം കയറി വരും. ഈ 2018 ഒക്കെ ഉള്ള പോലുള്ള കുറച്ച് ക്രിഞ്ച് സീനൊക്കെ കയറി വരും. പിന്നെ ഇതിൽ ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയത്, ഈ പടത്തിന്റെ എൻഡിങ്ങില് വിസ്മയ മോഹൻലാല് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ബോഗൈൻ വില്ലയില് ശ്രദ്ധ പറയുന്ന പോലെ ഇവനൊക്കെ ഇത്രയുള്ള ചേച്ചി, അതുപോലെ തന്നെ ഒരു സെയിം സാധനം വിസ്മയ മോഹൻലാലും പറയുന്നുണ്ട്. അതിന്റെ ഒരാവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നി. കാരണം പുള്ളിക്കാരി ജയിച്ചു നിൽക്കുക. ഈ ജയിച്ചു നിൽക്കുന്ന ഒരാളെ ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇവരുടെ ഒരു ശാന്തത അല്ലെങ്കിൽ അവരുടെ ഒരു സൈലൻസിൽ തന്നെ എല്ലാം ഉണ്ട്. നമ്മള് മോഹൻലാലിന്റെ പഴയ പടങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഈ താഴ്വാരം സിനിമയില് പുള്ളി ജയിച്ചു കഴിയുമ്പോ ഈ വില്ലനെ നോക്കി വെറുതെ ഇങ്ങനെ പുറവലിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സൈലൻസിൽ തന്നെ ഉണ്ട് ആ ഒരു പുള്ളിയുടെ ആ ഒരു ഡോമിനൻസ്. ആ ഒരു സംഭവം മതിയായിരുന്നു ഈ സിനിമയിൽ എന്ന് എനിക്ക് തോന്നി. വിസ്മയ മോഹൻലാലിന്റെ തുടക്കം നല്ലൊരു തുടക്കമായിരുന്നു. പടം എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ലെങ്കിലും പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെയുള്ള ഒരു കഥയായിരുന്നു. എന്നാലും പുള്ളിക്കാരിയുടെ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ സിനിമ ഒരു മോശം സിനിമയൊന്നുമല്ല. ഫാമിലി ഓഡിയൻസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അതിനുള്ള സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്.